പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ CPIM പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമര സംഗമവും നടത്തി. പെട്രോളിനും ഡീസലിനും പാചകവാതക സിലിണ്ടറില്ല. കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ച പ്രകടനത്തെ തുടർന്ന് നടന്ന സമരസംഗമം P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MM നാരായണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. MA ഹമീദ്, K. ദിവാകരൻ, സുരേഷ് കാക്കനത്ത്, P. ഇന്ദിര, രജീഷ് ഊപ്പാല, PV ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. ആ 159 ലിറ്റർ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാട്ടും വില കൂടുതലുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അന്ന് $108 ഒരു ബാരൽ എണ്ണയ്ക്ക്. അന്ന് നമ്മുടെ രാജ്യത്തിൽ വിറ്റിരുന്ന പെട്രോളിൻ്റെ വില 71 രൂപയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ വിറ്റിരുന്ന ഡീസലിൻ്റെ വില 56 രൂപയായിരുന്നു. ഇന്ന് 115 രൂപയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ തെറ്റാണ് അത് പ്രകടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പലപ്പോഴും വില കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഉക്രൈനുമായി റഷ്യയുടെ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ വിലക്കയറ്റമുണ്ടായി. ആ വിലക്കയറ്റമുണ്ടായപ്പോൾ നമുക്കറിയാമെന്ന് ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് 10 രൂപ വില കുറച്ച് നോക്കുന്ന രൂപത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാക്കി. പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ വീണ്ടും വില കുറയ്ക്കാൻ തയ്യാറായില്ലല്ലോ. 115 രൂപയാണ് ഇന്ന് നമ്മൾ പെട്രോൾ വാങ്ങുന്നത്. 96 രൂപ സംതിങ് ആണെന്ന് ഡീസലിന്റെ വില. ഇതിന് അടിസ്ഥാനപരമായ കാരണം പ്രധാനമായ നികുതിയാണ്. ഏകദേശം പകുതിയോളം വരുന്ന നികുതി പെട്രോളിന്റെ ഉൽപ്പന്നത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കണക്കൊന്നും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. പക്ഷെ പകുതിയോളം വരുന്ന നികുതിയാണ് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. ജനകീയമായ അഭിപ്രായങ്ങൾക്ക്, ജനങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ഭരണാധികാരികളുടെ നയങ്ങളെ തിരുത്താൻ ശക്തിയുണ്ടായിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഔപചാരികമായും ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ചൈതന്യം ചോർന്നു പോയിരിക്കുന്നു. അതൊരു ശൂന്യപാത്രമായിരിക്കും. അതുകൊണ്ട് ഇതുവരെ ഇതപര്യന്തം നമ്മൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശീലവും ശൈലിയും മാറാൻ സമയം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സവിശേഷമായ ചരിത്ര സന്ദർഭം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.